ശ്രീ വിനയൻ. കോളേജ് പഠനകാലത്ത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ആദ്യത്തെ പടം പബ്ലിഷ് ചെയ്യപ്പെടുന്നു. MT ആയിരുന്നു അതന്ന് പബ്ലിഷ് ചെയ്തത്. ശ്രദ്ധേയമായ രീതിയിലെ കഴിവുകൊണ്ട് കവർ ഫോട്ടോകളിൽ വരെ എത്തിച്ചേരുന്നു. പിറവി, ഒരേ തൂവൽ പക്ഷികൾ എന്നിവയുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിരുന്നു. അടുത്തിറങ്ങിയ വിശ്വാസപൂർവം മൻസൂർ എന്ന സിനിമയിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. സിനിമകൾ സൗഹൃദത്തിൻ്റെ പേരിൽ ചെയ്തവയാണ് എങ്കിൽ കൂടുതലും ഫോട്ടോഗ്രാഫിയിലാണ് അദ്ദേഹത്തിന് ലളിതകലാ അക്കാദമിയുടെ ഫോട്ടോഗ്രാഫി അവാർഡ് നേടിയിട്ടുണ്ട്. ഹൈദരാബാദ് ടൂറിസം ഫോട്ടോഗ്രാഫി അവാർഡ് നേടിയിട്ടുണ്ട്. MTയുടെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പറയാനായി സ്നേഹാദരങ്ങളോടെ ശ്രീ വിനയനെ ക്ഷണിക്കുന്നു. വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ വാസുവേട്ടനുള്ള സമയത്തൊരു 4-5 തവണ ഇവിടെ വന്നിട്ടുണ്ട്. ഫോട്ടോ എടുത്ത കാലത്തും അന്നും ഞാൻ വിചാരിച്ചിട്ടില്ല എനിക്ക് സ്റ്റേജിൽ കയറാനുള്ള യോഗ്യത ഉണ്ടാവുമെന്ന്. പക്ഷേ ഇതിന് ക്ഷണിച്ചു വരുത്തിയപ്പോൾ ഞാൻ വന്ന് കുറച്ച് കാര്യമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിച്ചിരുന്നു. അപ്പോൾ ഉച്ചക്കലത്തെ സെഷനിൽ എഴുത്തുകാരി രേഖ പറഞ്ഞു അദ്ദേഹം ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉള്ളതായിട്ട് തോന്നിയെന്ന്. സത്യത്തിൽ എനിക്കത് തോന്നുന്നുണ്ട്. അതുകൊണ്ട് സംസാരിക്കാനുള്ള ധൈര്യം എനിക്കില്ല. എന്ന് വെച്ചാൽ എന്നേക്കാൾ വളരെ ഭാഗ്യവാനാണ് മുസ്തഫ. കാരണം മുസ്തഫ വളരെയേറെ സന്തോഷത്തോടു കൂടി ചിത്രങ്ങൾ എടുത്തു എന്നാണ് പറഞ്ഞത്. ഞാനൊരു 10-15 തവണ ചിത്രങ്ങൾ എടുത്തിട്ടും ഒരു തവണ ഞാൻ ഹാപ്പി ആയിരുന്നില്ല, ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. വല്ലാത്ത ടെൻഷനിൽ പടം എടുത്ത ഒരാളാണ് ഞാൻ. വീട്ടിൽ പോയി പടം എടുത്തിട്ടുണ്ട്. ഇവിടെ കാരശ്ശേരി മാഷ്ട കൂടെ മുറിയിൽ പോയിട്ട് ഇരുന്നുണ്ട്. പക്ഷേ വാസുവേട്ടൻ പറഞ്ഞിട്ടും ഞാൻ ആ മുഖത്തേക്ക് ക്യാമറയ്ക്ക് പോലും നോക്കാൻ എന്തോ എനിക്ക് ധൈര്യം തോന്നിയിട്ടില്ല. അറിയാതെ ക്യാമറയിൽ ക്ലിക്ക് ചെയ്ത പടങ്ങളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. VK ശ്രീരാമൻ്റെ കൂടെയും പോയി ഞാൻ പടങ്ങൾ എടുത്തിട്ടുണ്ട്. എന്നെ ഒരിക്കലും ചീത്ത പറഞ്ഞിട്ടില്ല, വളരെ വാത്സല്യത്തോടെ നോക്കിയിട്ടുള്ളൂ. പക്ഷെ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു ധൈര്യക്കുറവുണ്ടായിരുന്നു. അതിന് 2 കാരണം ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, കേസരി ബാലകൃഷ്ണപിള്ള രോഗശയ്യയിൽ കിടക്കുമ്പോൾ EM കോവൂറാണ് എന്ന് തോന്നുന്നു, എനിക്ക് ആ പേര് ഓർമ്മ കിട്ടുന്നില്ല. അദ്ദേഹം എഴുതിയ ഒരു വരി ഉണ്ടായിരുന്നു. ഒരു പുരുഷ സിംഹത്തിൻ്റെ ഗർജനത്തോടെ കൊടുങ്കാറ്റിൻ്റെ വേഗതയിൽ ഒരു യുവാവ് അകത്തേക്ക് കയറി വന്നു. കുറച്ചു നേരം തലവശത്തിരുന്ന് കടന്നുപോയി. ആരാണെന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് മലയാള സാഹിത്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പുറപ്പെട്ടിറങ്ങിയ MT വാസുദേവൻ നായർ എന്ന ചെറുപ്പക്കാരനായിരുന്നു എന്ന്. ആ വരി എൻ്റെ ഉള്ളിൽ ഇപ്പോഴുണ്ട്. ഒരു പുരുഷ സിംഹത്തിൻ്റെ ഗർജനം പോലെയാണ്. ഞാൻ 2 കൊല്ലം മുമ്പ് വാസുവേട്ടനെ കാണുമ്പോഴും ഈ ഇമേജ് എൻ്റെ മനസ്സിലുണ്ട്. ഒരു പുരുഷ സിംഹത്തിൻ്റെ ഗർജനം എൻ്റെ ഉള്ളിൽ തോന്നിയിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ കാലത്തിന് മുമ്പ് അന്ന് എഴുത്തുകാരുടെ ചിത്രങ്ങളൊന്നും പത്രത്തിലോ മാസികകളിലോ വരണ കാലമല്ല. പലർക്കും അറിയില്ല എഴുതുന്നവരാരാണെന്ന്. വടക്ക് നിന്നൊരു ചെറുപ്പക്കാരൻ എഴുത്തുകാരൻ കോഴിക്കോട് അങ്ങാടിയിൽ നടന്ന് തിരിഞ്ഞ് അവിടുത്തെ ടൗൺ ഹാളിൽ എത്തുമ്പോൾ അവിടെ ഒരു ചെറുപ്പക്കാരൻ നിന്ന് പ്രസംഗിക്കുന്നു. മലയാള സാഹിത്യത്തെയും ലോക സാഹിത്യത്തെയും പറ്റായിരുന്നു. ഈ വടക്ക് നിന്ന് വന്ന അദ്ദേഹത്തിന് അറിയില്ല ഇതാരായിരുന്നു എന്ന്. പക്ഷെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് തലയ്ക്ക് ചുറ്റും വെളിച്ചമുള്ളതായി എനിക്ക് തോന്നിയെന്നാണ്. ഇതെഴുതിയത് M. മുകുന്ദനാണ്. എൻ്റെ ക്യാമറയിലൂടെ നോക്കുമ്പോഴും എനിക്ക് തോന്നിയിരുന്നു വാസുവേട്ടനെ തലയ്ക്ക് ചുറ്റും വെളിച്ചമുള്ളതായിട്ട്. ഒരു എഴുത്തുകാരനെയും ഇത്രയധികം ഫോട്ടോഗ്രാഫർമാർ പിറകിൽ നടന്ന് പടങ്ങൾ എടുത്തിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു പക്ഷേ വൈക്കം മുഹമ്മദ് ബഷീറിനേക്കാൾ കൂടുതൽ വാസുവേട്ടനെയായിരിക്കും ചിത്രങ്ങൾ എടുത്തിട്ടുണ്ടാവുക. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ എൻ്റെ സ്വഭാവത്തിൽ ചില നല്ല കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. കോളേജ് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് ഞാനത് എഴുതിയിട്ടുണ്ട് ഒരു സ്ഥലത്ത്. ഗുരുവായൂർ നടയിൽ വെച്ച് കണ്ടപ്പോൾ ഒന്നും ചോദിക്കാനില്ലാതെ അവിടെ നിന്ന് പെട്ടെന്ന് ചോദിച്ചു, ഞാൻ കോവിലിനെ കണ്ടിരുന്നു എന്ന്. വളരെ പെട്ടെന്ന് പറഞ്ഞു, സമയമുണ്ടായിരുന്നില്ല, ഞാൻ കോവിലിനെ കണ്ടില്ല എന്ന്.
അതെനിക്ക് വിഷമം തോന്നി. 4-5 ദിവസം കഴിഞ്ഞ് കോവിലൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് അറിയുന്നത് കോവിലനെ കാണാൻ വേണ്ടി മാത്രമാണ് വാസുവേട്ടൻ ഗുരുവായൂർ വന്നതെന്നും അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചതെന്നും. അന്ന് കോവിലൻ്റെ വീട്ടിൽ നിന്ന് മടങ്ങുമ്പോൾ ഞാൻ മനസ്സിലാക്കി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കാതിരിക്കുക, ഇത്തരം കാര്യങ്ങളൊന്നും നിന്നോട് ഉത്തരം പറയേണ്ട ഒരു കടമ എനിക്കില്ല എന്നെന്നെ പഠിപ്പിച്ചു. പിറവി സിനിമയുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഞാനായിരുന്നു. തിരുവനന്തപുരത്ത് ഞാനുള്ളപ്പോഴാണ് ഷാജി ചേട്ടൻ വാസുവേട്ടന് വേണ്ടി മാത്രം പ്രീവ്യൂ കണ്ടക്ട് ചെയ്തു. ഞാൻ അറിഞ്ഞിരുന്നു. അതിനൊരാഴ്ച കഴിഞ്ഞ് വാസുവേട്ടനെ കണ്ടു. പിറവി കണ്ടിരുന്നില്ല ചോദിച്ചു. ഇല്ല, ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, നീ നിൻ്റെ ജീവിതം നിൻ്റേതായ രീതിയിൽ മതി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആരോടും പറയരുതെന്ന്, ചോദിക്കരുതെന്ന്. അന്ന് വാസുവേട്ടനോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, അത് നടന്നില്ല. ഇവിടെ എഴുത്തിനിരുത്താൻ കുട്ടികളെ കൊണ്ടുവരും. അവർക്ക് വേണ്ടി ഹരിശ്രീ ഗണപതി എന്ന് എഴുതാറുണ്ട്. ഞാനും ആലോചിച്ചു, ഈ പ്രായത്തിലും എൻ്റെ നാവ് നീട്ടിക്കൊടുത്ത് എൻ്റെ വായയിലെ വികട സരസ്വതിയെ വരാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും വാസുവേട്ടൻ കുറിച്ച് തരുമോ എൻ്റെ നാവിലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ചോദിക്കാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചോദിക്കാതിരുന്നത്. ഇനി മറ്റൊന്ന്, എൻ്റെ ഫോട്ടോഗ്രാഫി ജീവിതത്തിൽ ചിലപ്പോൾ വളരെ വിസ്മയം അല്ലെങ്കിൽ ചിലപ്പോൾ പരിഹാസം തോന്നുന്ന അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ എം എ ഹുസൈൻ്റെ കൂടെ കുറേ പടങ്ങളെടുക്കാൻ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ചിലർ വന്ന് ഹുസൈൻ്റെ കൂടെ നിന്ന് പടമെടുക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇൻക്ലൂഡിങ് എയറോഡ്രോം എന്ന് വരെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നീട് അവരോട് ചോദിക്കുമ്പോഴാണ് അവർക്ക് എം എ ഹുസൈൻ്റെ ഒരു ചിത്രവും ഒരു കാര്യവും അവർക്ക് അറിയില്ല. പക്ഷെ അവർക്ക് ഇദ്ദേഹത്തിനോട് നിന്ന് ചിത്രങ്ങൾ എടുക്കണം. പിന്നീട് പല ഇതുപോലെ സെലിബ്രിറ്റികളുടെ കൂടി ചിത്രങ്ങൾ എടുക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാഞ്ഞങ്ങാട് ഒരു വൈകുന്നേരം മീറ്റിംഗ് കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ അരവിന്ദേട്ടൻ്റെ കൂടെ ഞാനാണ് ഉണ്ടായിരുന്നത്. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ 9 മണിക്ക് അവിടുത്തെ ഓട്ടോ റിക്ഷക്കാരും തൊഴിലാളികളും കൂടി അരവിന്ദേട്ടന് വന്ന് ഷെയ്ക്കിൻ്റെ കൊടുത്ത് എന്നോടൊരു ചിത്രം എടുക്കാൻ പറഞ്ഞു. എനിക്ക് അത്ഭുതം തോന്നി. അതിലൊരാൾ പോലും അരവിന്ദേട്ടൻ്റെ സിനിമ കണ്ടു കാണില്ല. ഒരാൾ പോലും കണ്ടിട്ടില്ല. അവർ കാണേണ്ടത് PG വിശ്വംഭരൻ്റെയോ ശശികുമാറിൻ്റെയോ IV ശശിയുടെയോ ചിത്രങ്ങളായിരുന്നു. പക്ഷേ ഓട്ടോ തൊഴിലാളികൾ ഈ അരവിന്ദേട്ടനെ മാറ്റി നിർത്തി മാർക്ക് ചെയ്തതിൻ്റെ ലക്ഷണമാണത്. അതുപോലെ മലയാളത്തിൽ വാസുവേട്ടൻ്റെ പുസ്തകം വായിക്കാത്തവർ വരെ വാസുവേട്ടൻ വരുന്നത് കണ്ടാൽ എഴുന്നേറ്റ് മാറി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് മലയാളത്തിലെ ഒരു എഴുത്തുകാരനും ഇന്ന് വരെയും കിട്ടിയിട്ടില്ല. വരുന്നത് മറ്റെന്തോ ആണ് എന്ന് വെച്ചാൽ എമ്മൂന്തേട്ടൻ പറഞ്ഞ പോലെ തലയ്ക്ക് ചുറ്റും വെളിച്ചമുള്ള ഒരാളാണ് ആ വരുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന ആ മനുഷ്യൻ്റെ സാന്നിധ്യം ഇവിടെ ഉള്ളത് കൊണ്ട് ഇനി അധികം സംസാരിച്ച് സമയം കളയുന്നില്ല. സന്തോഷം.